ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച ഇടുന്ന പ്രൊമോ അവരിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നാളെയും മറ്റന്നാൾ നടക്കാൻ പോകുന്ന സംഭവമാണ് ഇന്നത്തെ ഇപ്പോഴത്തെ എപ്പിസോഡായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതോ എന്റെ ബിസിനസ് വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യേ, ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ പണിയൊന്നും ചെയ്യാറില്ല എന്ന് മനോരമ പറയുമ്പോൾ എന്താ പണി ചെയ്ത കുഴപ്പം, പെൺപിള്ളേര് സ്വന്തം കാലിൽ നിൽക്കണം, അതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി എടുത്ത് പറയാം, ശ്രുതി പറയണ്ട എനിക്ക് ഒരു പുതിയൊരു പാർട്ട്ണർ ഉണ്ടെന്നൊക്കെ പറയാണ്. പാർട്ട്ണറോ അതാരാ? അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. വേറെ ആരല്ല, നമ്മുടെ ക്യാനല പുള്ളിക്കാരത്തിനെ കുറിച്ചിട്ടൊക്കെ ആയിട്ട് പറയണത്. അതിനുശേഷം ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നൊരു ശ്രുതി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ അതേ ചേച്ചി, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. സത്യം പറയാലോ, എനിക്ക് ഈ സന്തോഷം കൊണ്ടേ ചത്തുപോയാലും കുഴപ്പമില്ലെന്ന് തോന്നുക. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പെട്ടെന്ന് ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയാ ശ്രുതി പറഞ്ഞത്? ചത്താലും കുഴപ്പമില്ലെന്നോ? നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും എന്റെ കുഞ്ഞിന്റെ വിട്ട് നീ ഒരിക്കലും പോകാൻ പാടില്ല. എന്റെ ആയുസിന്റെ പകുതി വരെ ഞാൻ നിനക്ക് തരാൻ വേണ്ടി തയ്യാറാണ് ശ്രുതി എന്ന് അഞ്ജലി പറയുമ്പോൾ അത് കേൾക്കുന്ന അശ്വിന ദേഷ്യം കേട്ടോ. ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ചേച്ചിക്ക് ബോധമില്ലേ? ഒരു ആയുസിന്റെ പകുതി ചേച്ചി പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പ്രയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ആ സമയത്ത് അഞ്ജലി സോറി, അത് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, അവനെ ഞാൻ എന്തിനു പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ലല്ലോ, സാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അവിടെ നിന്ന് പോകാണ്. ശേഷം ശ്രുതി ഭയങ്കര സന്തോഷത്തിലാട്ടോ. അശ്വിൻ വീണ്ടും തിരിച്ചു വരുമ്പോഴേക്കും ശ്രുതി പറയണ്ട്, അഞ്ജലിച്ച് പറഞ്ഞത് കേട്ടില്ലേ? അഞ്ജലിച്ചിന്റെ ആയുസിന്റെ പകുതി വരെ എനിക്ക് തരാന്ന്. മതി, നിർത്ത്. നീ എന്താ ചേച്ചത്? എന്റെ ചേച്ചിയുടെ ആയുസിന്റെ പകുതി എടുക്കാൻ വേണ്ടിയാണ് നിൽക്കണത്. എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ്. എന്റെ ചേച്ചിയുടെ ജീവൻ തകർത്തിട്ട് ഒരാളിനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, നീ ഓർത്തോ എന്ന് പറയാണ്. അതിന് ഞാൻ എന്താ അശ്വിൻ സാർ നിങ്ങളോട് ചെയ്തത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ അന്നത്തെ കാര്യം ആലോചിക്കാട്ടോ. വേറൊന്നുമല്ല, ശ്യാം ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായില്ല, തെറ്റിദ്ധാരണ വന്ന ഭാഗം, അതിനെക്കുറിച്ച് നമ്മുടെ അശ്വിനെ ആലോചിക്കാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളൊന്നും പറയാത്തത്? എന്താ ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാനേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ പോകുവാണ്. ആ സമയത്താണ് നമ്മുടെ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് ശ്യാം ഒരു മൂലക്ക് മാറി നിൽക്കണം കേട്ടോ. ആഹാ, രണ്ടുപേരും നല്ല വഴക്കാണ്, ഇതെന്നെ പറ്റിയ സമയം. അഞ്ജലിനെ വിളിച്ചിട്ട് ഈ വഴക്ക് കേൾപ്പിച്ചു കൊടുക്കാം, അവളൊന്നും അറിയട്ടെ ഇവിടെ വഴക്കും വക്കാണോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേഗം തന്നെ നമ്മുടെ അഞ്ജലിനെ വിളിച്ചുകൊണ്ട് ശ്യാം വരുവാണ്. രാജകുമാരി, ഞാൻ പറഞ്ഞില്ലേ അവരുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ, എപ്പോഴും വഴക്കും ബഹളമാണ്, അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്റെ രാജകുമാരി എന്ന് പറയാണ്. അതെയോ ശ്യാമേട്ടനത് അങ്ങനെ തോന്നിയതിനോ? അത് അങ്ങനെ തോന്നിയ കാരണമുണ്ട്, നീ വാ, അവരുടെ വഴക്ക് ഞാൻ നിനക്ക് നേരിട്ട് കേൾക്കാലോ എന്ന് പറഞ്ഞിട്ട് ശ്യാം അഞ്ജലിനെ വിളിച്ചോണ്ട് വരുവാട്ടോ. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഞാൻ നിന്നിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ശ്രുതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതിയുടെ കൈ വാതിലിന്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. അശ്വിൻ വാതിലടക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അശ്വിൻ വാതിലടക്കുമ്പോഴേക്കും ശ്രുതിയുടെ കൈ വാതിലിന്റെ ഇടയിൽ പെടുവാണ്. പെട്ടെന്ന് കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ശ്രുതിക്ക്. അശ്വിൻ നോക്കുമ്പോഴേക്കും അയ്യോ ശ്രുതി എന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങളൊന്നും നോക്കണ്ട എന്ന് ശ്രുതി പറയാണ്. പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ട് വന്നിട്ട് ശ്രുതി കുഞ്ഞ എന്താ അവിടെ ഒരു ബഹളം എന്ന് പറയുമ്പോൾ ശ്രുതി അത് കാണിക്കാതിരിക്കാണ്ട് ഷോള് വെച്ച് മറച്ചു പിടിക്കാട്ടോ. എന്താ കുഞ്ഞ, എന്താ ശ്രുതി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഒന്നുമില്ല എന്ന് പറയാണ്. സത്യം പറ ശ്രുതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ചേച്ചി, ഒന്നുമില്ല. പിന്നെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണത്? ഒന്നുമില്ല ചേച്ചി എന്ന് പറയാണ്. ശേഷം അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോരമയാണ് പിന്നെ കാണിക്കുന്നത്. മനോരമയുടെ അടുത്തേക്ക് നമ്മുടെ പ്രീതി വന്നിരിക്കാട്ടോ. അതില് ഇംഗ്ലീഷിൽ ഒരു കോൺവെർസേഷൻ എഴുതിക്കൊണ്ടിട്ട് വന്നിരിക്കുന്നത്. ആന്റി, ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലേ ആന്റി, ഈ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി, സൂപ്പർ ആയിരിക്കും. എന്താടി നീ എനിക്ക് ഇംഗ്ലീഷ് എഴുതി കൊണ്ടുവന്നിരിക്കുന്നോ? ഞാൻ ആരാന്ന് പറഞ്ഞിട്ടാണ് ഈ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട്? ഞാൻ എം എ ഇംഗ്ലീഷാ, അത് 3 പ്രാവശ്യം ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ട്. ഡിഗ്രി അത് നിനക്ക് അറിയാവോ? ആന്റി, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് വായിക്കാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതെ, നീ എന്നെ ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ. അതെ പ്രീതിക്കുഞ്ഞ്, മനോരമ ദേ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പൊ ആകാശിനെ വിളിക്കേണ്ട. ആകാശ്, ദേ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, എല്ലായിടത്തും ഹോളിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിനെയും അശ്വിനെയും വിളിക്കേണ്ട, എല്ലായിടത്തും ഹോളിൽ വരാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ ഹോളിൽ നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും അതുപോലെ തന്നെ ശ്യാമും എല്ലാവരും കാത്തിരിക്കണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തീരുമാനം ഞാനും അഞ്ജലിയും കൂടി എടുത്തതാണ്, വേറൊന്നുമല്ല. ശ്രുതി, നീ ഇങ്ങോട്ട് വാ. എന്തൊക്കെ പറയാലും നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, കുഞ്ഞന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നീ തന്നെയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് നിനക്ക് വേണം ഇത് ആദ്യം തരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് 2 ലെറ്റർ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. ഇതെന്താ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ അത് വേറൊന്നല്ല, വായിച്ചു നോക്ക് എന്ന് പറയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. അത് ഹണിമൂൺ ടിക്കറ്റ് ആണ്, ഒന്ന് നിനക്കും കുഞ്ഞനും, പിന്നെ ഒന്ന് ആകാശിനും പ്രീതിക്കും. നിങ്ങൾ ഇതുവരെ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ, പോയിട്ട് അടിച്ചു പൊളിച്ചു വാ. നാളെ തൊട്ട് 5 ദിവസം നിങ്ങൾ ഹണിമൂണിന് പോവാ. ഊട്ടി, കൊടൈക്കനാല്, അവിടെയൊക്കെ ജസ്റ്റ് ഇപ്പൊ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വാ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല സ്ഥലങ്ങളിൽ പോകാം. ഇത് പെട്ടെന്ന് ടിക്കറ്റ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ഷ്യാമാണ് എല്ലാം ശരിയാക്കിയതെന്ന് പറയണം. അപ്പൊ ശ്യാം പറഞ്ഞു, അതെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്
എന്നൊക്കെ ശ്യാം പറയാട്ടോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ശ്യാം പെട്ടുപോയിട്ട് അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ടിക്കറ്റ് എടുത്തു കൊടുത്തേണെന്ന്. അപ്പൊ നമ്മുടെ ആകാശിനും പ്രീതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ മനോരമ പറയണ്ട, ആഹാ അത് കൊള്ളാലോ, ഓ തേൻ നിലാവ്, അപ്പൊ തേൻ നിലാവിന് കാണാൻ പോവാണല്ലോ നിങ്ങൾ. കൊള്ളാം. അല്ല ശ്യാമോനെ, ഇവർക്ക് 4 ടിക്കറ്റ് എടുത്ത സമയത്ത് ഒരെണ്ണം ഫ്രീ ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനും പോവായിരുന്നു, എനിക്ക് പോയിട്ട് അടിച്ചു പൊളിക്കായിരുന്നു, ഇവരെ നോക്കാനും ഒരാളാവുമല്ലോ എന്ന് പറയുമ്പോ, ഇല്ല ആന്റി 4 ടിക്കറ്റേ ഉള്ളൂ എന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, ഹലോ ഹൈ ഹൈ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതി ആകാശം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശേഷം അശ്വിൻ റൂമിലേക്ക് പോകുമ്പോൾ ആ ഹണിമൂൺ ടിക്കറ്റ് അവിടെ ഇരിക്കുന്നത് കാണുവാണ്. അശ്വിൻ അത് ദേഷ്യത്തോട് കൂടി തന്നെ നോക്കുമ്പോൾ ശ്രുതി വരുന്നുണ്ട്. അത് അഞ്ജലി ചേച്ചി തന്ന ഹണിമൂൺ ടിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ, ഒരു ഹണിമൂൺ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് നമ്മുടെ അശ്വിൻ എടുക്കാണ്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, അഞ്ജലി ചേച്ചി പറഞ്ഞപ്പോൾ അത് മേടിച്ചു വെച്ചതേ ഉള്ളൂ എന്ന് പറയാണ്. ഹണിമൂണിന് പോണില്ല, എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് 4 കഷ്ണമായിട്ട് കീറിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുവാട്ടെ നമ്മുടെ അശ്വിൻ. അത് കാണുമ്പോൾ ശ്രുതിക്ക് വരാതെ വിഷമം തോന്നുന്നുണ്ട്. എന്താ നിനക്ക് ഭയങ്കര വിഷമം പോലെ, അപ്പൊ നീ ഹണിമൂണിന് പോകേണ്ടി ആഗ്രഹിച്ചിരിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അതേസമയം നമ്മുടെ ആകാശ് പ്രീതി എടുത്ത് പറയുന്നുണ്ട് റൂമില്, സോറി പ്രീതി, ചേട്ടന് പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനും പിന്നെ പോകണ്ടെന്ന് ചെയ്തെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അത് നന്നായി. കാരണം എന്ന് വെച്ചാൽ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും ഇല്ലാതെ എങ്ങനെ നമ്മൾ മാത്രം പോണത്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, അതാ അതിന്റെ ശരി. എനിക്കും കുഴപ്പമൊന്നുമില്ല, ശ്രുതിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ, നമ്മൾ 4 പേരും കൂടി പോണത് തന്നെയാ നല്ലത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു യാത്ര എന്ന് പറയുമ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, എപ്പോഴാണെന്ന് നമുക്ക് ഒരുമിച്ച് പോയാൽ മതി എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആവണം. പക്ഷെ മുത്തശ്ശി അത് പിടിവിടില്ല കേട്ടോ. മുത്തശ്ശി വേറൊരു ഹണിമൂൺ ട്രിപ്പ് അറേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അശ്വിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മുടക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്യാം ആണെങ്കിൽ ഒരാളെ വിളിച്ചോണ്ട് വരികയാണ്. 75,000 രൂപയുടെ വാച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, അതേ മേഡം, ഇത് ശ്യാം സാർ ബുക്ക് ചെയ്താണ്, 75,000 രൂപയുടെ വാച്ചാണെന്ന് അഞ്ജലി അടുത്ത് പറയുമ്പോൾ ശ്യാം പറയണ്ട, അയ്യോ ചേട്ടാ ഇപ്പൊ പൈസ ഇല്ല, പിന്നീട് മേടിക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ട, അയ്യോ ശ്യാമേട്ടന് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തതല്ലേ, ഞാൻ കൊടുത്തോളാം പൈസ എന്ന് പറഞ്ഞിട്ട് ആ 75,000 രൂപയുടെ വാച്ച് ശ്യാമിന് അഞ്ജലി വാങ്ങിച്ചു കൊടുക്കാട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത്. ആ ഒരു സാധനം വരുമ്പോൾ, വില കൂടിയ സാധനം വരുമ്പോൾ അഞ്ജലി വാങ്ങിച്ചു കൊടുക്കുന്നില്ല, അത് ആ വാച്ചാട്ടോ, 75,000 രൂപയുടെ വാച്ച്. അത് വേറൊന്നല്ല, അഞ്ജലിയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്യാം അത് അയാളെ അഞ്ജലിയുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട്. ശ്യാമിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ അഞ്ജലി ചോദിക്കണ്ടേ, എന്തിനാ രാജകുമാരി ഈ വാച്ചൊക്കെ പറയുമ്പോൾ, അത് കുഴപ്പമില്ല, ശ്യാമേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ശ്യാമേട്ടൻ ഇത് കെട്ട്, ഇത് എന്റെ കുഞ്ഞിന്റെ ആഗ്രഹമാണ്, നമ്മുടെ വയറ്റിലെ രാജകുമാരിയുടെ ആഗ്രഹം, അതുകൊണ്ട് ശ്യാമേട്ടൻ ഈ വാച്ച് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ആ വാച്ച് ശ്യാമിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാട്ടോ. ശ്യാമിനെ മനസ്സ് വിചാരിക്കുകയാണ്, എടാ കുഞ്ഞ, നീ എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഞാൻ അതൊക്കെ തരണം ചെയ്യും, ഇങ്ങനെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം പൊട്ടിച്ചിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെ മറ്റന്നാളേക്ക് ആയിട്ട് കാണാൻ പോകുന്നത്. വേറെ എക്സ്ട്രാ ഇവിടെ റൊമാൻറ്റിക് ഭാഗങ്ങളൊന്നും നാളെ മറ്റന്നാളെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.